ഹായ് ഡിയേഴ്സ്, ഈ വരുന്ന സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച കേരള സർക്കാർ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ സർക്കുലർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2025 നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി, അതായത് പൂജവെപ്പ്, സംസ്ഥാനത്തെ സർക്കാർ, അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സംസ്ഥാനത്ത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദുർഗാഷ്ടമി ദിവസമായ 2025 സെപ്റ്റംബർ 30 ചൊവ്വാഴ്ച പൊതു അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവാകുന്നു. അതായത് ഈ വരുന്ന 30 നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ലീവ് ആയിരിക്കും, സ്കൂളുകൾ ഉണ്ടാവില്ല. അപ്പോൾ 29 അതായത് 28 ഞായറാഴ്ച കഴിഞ്ഞ് 29 എന്താണ്, തിങ്കളാഴ്ചയാണ്, അന്ന് ക്ലാസ് ഉണ്ട്. ഈ 30 ഓൾറെഡി ലീവാണ് എന്ന് നമുക്ക് അറിയിച്ചു. സോ 29 എന്തായാലും നമുക്ക് ഈവനിങ് ആയിരിക്കും ബുക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യും, സ്കൂളുകളൊക്കെ ഒരു ഉച്ചക്കോ അല്ലെങ്കിൽ ഒരു 3 മണിക്കൊക്കെ വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 29 മിക്കവാറും നിങ്ങൾ കള്ള ലീവ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ലീവ് എടുക്കരുത് കേട്ടോ. അപ്പോൾ 29 ലീവ് എടുത്താൽ ഇതവിടെ 30 ലീവാണ്. ആൻഡ് 1 2 പിന്നെ ഓൾറെഡി ലീവാണ്, നിങ്ങൾക്ക് അറിയാം. ആൻഡ് പിന്നെ ഉള്ളത് 3 അപ്പോൾ 3 കഴിഞ്ഞാൽ 3 എന്തായാലും ക്ലാസ് ഉണ്ടായിരിക്കും. 3 പൊതു അവധിയൊന്നും ഇപ്പോൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 3 ക്ലാസ് ഉണ്ടായിരിക്കും. പിന്നെ ശനി ഞായർ വീണ്ടും അവധി ദിവസങ്ങളാണ് 2 വരുന്നത്. അപ്പോൾ ഒരു വലിയ അവധി ദിവസങ്ങളാണ്. അപ്പോൾ ഈ ശനിയാഴ്ച 4 ശനിയാഴ്ച ഹൈസ്കൂളിലെ കുട്ടികൾക്ക് എന്തുണ്ട്, പ്രവൃത്തി ദിവസമാണ്. ഹൈസ്കൂൾ കുട്ടികൾക്ക് ക്ലാസ്സുള്ള ദിവസമാണ്. ഓക്കെ, 8, 9, 10 ക്ലാസ്സുകളിലൊക്കെ എന്താണ് ക്ലാസ്സുള്ള വർക്കിംഗ് ഡേ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അല്ലാത്ത കുട്ടികൾക്ക് ശനി ഞായർ വീണ്ടും എന്തുണ്ട്, അവധിയുണ്ട്. അപ്പോൾ ഈ 3 അതുപോലെ തന്നെ 29 മെല്ലെ നിങ്ങൾ ലീവ് എടുത്താൽ ഒരു വലിയ ലീവ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ ലീവ് എടുക്കരുത്. സർ വെറുതെ പറഞ്ഞതാണ്, ഒരിക്കലും ലീവ് എടുക്കരുത്. ലീവ് എടുക്കൂല എന്നുള്ളതായിരിക്കണം ഈ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റ് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ 30 ലീവാണെന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.